മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരളത്തിൽ LDF ഭരണം തുടരുന്നു. തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതാകും. കോൺഗ്രസിൽ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പ്രാദേശിക നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു, വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പഴഞ്ഞ് നമ്മളൊക്കെ നടക്കാമെന്ന് കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ല. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, പാലോട് രവി കൈവിട്ട വാക്കും വാവിട്ട വാക്കൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നൊരു പ്രയോഗമാണ് ഇപ്പോൾ നിലവിൽ ഫോൺ സംഭാഷണത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ? 40,000 വോട്ട്. തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി ഒരു പ്രാദേശിക നേതാവുമായിട്ട് നടത്തുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുല്ലമ്പാറയിലെ ഒരു പ്രാദേശിക നേതാവുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് അത്. പ്രാദേശിക പരിപാടിയിലേക്ക് പാലോട് രവിയെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിനിടയിലാണ് കൂടുതൽ അകത്തെ കാര്യങ്ങളിലേക്ക് ആ ഫോൺ സംഭാഷണം നീളുന്നത് എന്നുള്ളതാണ്. അതിലെന്തായാലും മൂന്നാമതും LDF സർക്കാർ തുടരുമെന്നുള്ള കാര്യമാണ് പാലോട് രവി ഈ സംഭാഷണത്തിൽ ഉടനീളം പറയുന്നത്. വലിയ പരാജയം തദ്ദേശ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം കോൺഗ്രസിനും UDFനും നേരിടേണ്ടതായിട്ട് വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് പോകുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതോടുകൂടി കോൺഗ്രസ് പാർട്ടി ഒരു എടുക്കാച്ചരക്കായി മാറുമെന്നുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശമൊക്കെ അദ്ദേഹം ഫോൺ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും അത് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഒക്കെ കോൺഗ്രസ് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ DCC അധ്യക്ഷന്റെ തന്നെ ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് കോൺഗ്രസ് പോകുമെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പരാജയം കോൺഗ്രസിന് നേരിടേണ്ടതായിട്ട് വരും എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതിൽ ഒരു പാർട്ടിയോടുള്ള കരുതൽ കൂടി അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം മണ്ഡലങ്ങളിലടക്കം നേതാക്കന്മാർക്കിടയിൽ അണികൾക്കിടയിൽ ഉള്ള ഒരു ബന്ധമില്ലായ്മ, ഒരു സ്നേഹമില്ലായ്മയൊക്കെ തന്നെ ആ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ആർക്കും പരസ്പരം ഒരു സ്നേഹവുമില്ല, ആർക്കും പരസ്പരം ഒരു ബന്ധവുമില്ല, പാർട്ടിക്ക് വേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല, ആരും ഇറങ്ങി ഈ പാർട്ടിക്ക് വേണ്ടി നേതൃത്വം വഹിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ ഓഡിയോ ക്ലിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ മണ്ഡലം കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു നേതാവിന്റെ പടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വീടുകളിൽ കൊണ്ട് കാണിച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യില്ല. ഓരോ വീടുകളും കയറി ഇറങ്ങി പ്രവർത്തിക്കണം. ഒരു വീട്ടിൽ തന്നെ 2-ലധികം പ്രാവശ്യം ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യണം. അതിനൊന്നും ആരും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രവർത്തിക്കാൻ ആരുമില്ല, കാലുവാരാൻ മാത്രമാണ് പാർട്ടിക്കകത്ത് ആളുള്ളത് എന്നുള്ള ഒക്കെ പരാമർശം പാലോട് രവി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും DCC അധ്യക്ഷൻ പാലോട് രവിയുടെ ഭാഗത്ത് നിന്ന്
മറ്റുള്ള ചില പ്രവർത്തികൾ, അത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ ട്രോളുകൾ ഉണ്ടാകുന്നതിനൊക്കെ ഇതിന് മുൻപും അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളടക്കം വലിയ വിജയം നേടുന്നതിന് വേണ്ടി, അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി നടത്തുന്നതിനിടയിൽ കൂടിയാണ് DCC അധ്യക്ഷന്റെ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത്. അത് പാർട്ടിയെ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുറച്ചു മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്ന സമയത്തും ഈ പാലോട് രവിയുടെ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ താനത് കേട്ടിട്ടില്ല, കേൾക്കാത്ത കാര്യത്തിൽ എങ്ങനെ മറുപടി പറയുമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ ഈ ഫോൺ സംഭാഷണം കേട്ടു കാണണം. അതിനുള്ള പ്രതികരണം ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു പ്രാദേശിക നേതാവുമായിട്ട്, പുല്ലമ്പാറയിലെ ഒരു പ്രാദേശിക നേതാവുമായിട്ട് DCC അധ്യക്ഷൻ നടത്തുന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി എത്തരത്തിലാണ് ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടാകും. എന്തായാലും പാർട്ടി പ്രവർത്തകർക്കിടയിലും അണികൾക്കിടയിലും ഒക്കെയുള്ള സ്നേഹമില്ലായ്മയും ബന്ധമില്ലായ്മയും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിക്ക് വലിയ പരാജയം ഉണ്ടാക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടാക്കുമെന്നൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളാണ് പാലോട് രവി ഫോൺ സംഭാഷണത്തിലൂടെ മുന്നോട്ട് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ശേഷം കോൺഗ്രസിലെ കുറച്ചുപേർ BJPയിലേക്ക് പോകും. മുസ്ലിം ലീഗിലുള്ള കുറച്ചുപേർ മറ്റ് CPMയിലേക്കും മറ്റ് പാർട്ടികളിലേക്കും ഒക്കെ പോകും. അങ്ങനെ എടുക്കാച്ചിരക്കായിട്ട് മാറും പാർട്ടി എന്നുള്ള പരാമർശമൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്തരത്തിലാണ് ഫോൺ സംഭാഷണം പുറത്തു വന്നത് എന്ന കാര്യത്തിലടക്കം പാർട്ടി ഒരു അന്വേഷണം നടത്താനും സാധ്യതയുണ്ട്. ശരി സൂര്യഗായത്രി, വ്യക്തമാണ്. എന്തായാലും വാവിട്ട വാക്കാണ് ഇപ്പോൾ പാലോട് രവി പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം DCC അധ്യക്ഷനാണ് പാലോട് രവി. അദ്ദേഹം തന്നെയാണ് പറയുന്നത് കോൺഗ്രസ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മൂന്നാമതാകും, എടുക്കാച്ചരക്കാകും, തലകുത്തി വീടും എന്നീ പ്രയോഗങ്ങളൊക്കെയാണ് ഇപ്പോൾ പാലോട് രവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. LDF ആണ് ഇനിയും ഒരു ഭരണം, മൂന്നാമതും LDFന്റെ കീഴിലേക്ക് കേരളം പോകും എന്നൊരു രീതിയിലേക്കൊക്കെ എന്തായാലും പാലോട് രവി ഉറപ്പിച്ചു പറയുന്നുണ്ട്. മൂന്നാമതാകും കോൺഗ്രസ് എന്ന് പറയുമ്പോഴും ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ, DCC അധ്യക്ഷൻ എന്ന നിലയിൽ പാലോട് രവിയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച എന്ന രീതിയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇതോടക്കം തന്നെ ഈ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ കേട്ട് കാണും. ഒരു നടപടി എന്തായാലും അവർ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവുമായി ടെലിഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. കുറേ പേർ കോൺഗ്രസിൽ നിന്നും BJPയിൽ ചേരും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മൂന്നാമതായി കോൺഗ്രസ് മാറുമെന്നും പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും 1ഉം 2ഉം സ്ഥാനം ആർക്കാണ് അദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും CPMയിലേക്കും പോകും എന്ന് ഉറച്ചാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് എടുക്കാച്ചരക്കാകും, തലകുത്തി വീഴും, ഇങ്ങനെ ഒരു പ്രയോഗങ്ങളൊക്കെയാണ് പറയുന്നത്. ഉച്ചുകുത്തി താഴേക്ക് വീഴും എന്നൊരു രീതിയിലുള്ള സംഭാഷണമാണ് പറയുന്നത്. ഉറച്ച ശബ്ദം തന്നെയാണ് അതിൽ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. വാർത്തകൾ വ്യക്തമാക്കി തന്നത് സൂര്യഗായത്രി.